എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന ഒരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രണയിനി അല്ലെങ്കിൽ ഒരു കാമുകൻ കടന്നു വന്നത്. അല്ലെങ്കിൽ അയാൾ ഭർത്താവായ സമയത്തോ അയാൾ ഭാര്യയായ സമയത്തോ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങളെ അയാൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമെന്ന്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ അയാൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് വളരെ മെച്യൂറായിട്ട് ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഓൾറെഡി ഒത്തിരിയധികം മാനസിക വിചാരങ്ങളും വ്യതകളും ആകുലതകളും തന്നെ മറ്റാരെങ്കിലും മനസ്സിലാക്കണം എന്നൊരു ആഗ്രഹമായിട്ടാണ് നമ്മളെ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വളരെ ജെനുവിൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഇമോഷണൽ എക്സ്പ്രഷൻസ്, നമ്മൾ ചില പ്രശ്നങ്ങൾ, നമ്മുടെ ചില ആകുലതകൾ അവർ കേൾക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ജഡ്ജ്മെൻ്റൽ ആവാറുണ്ട്. നിങ്ങൾ പറയുകയാണ്, എനിക്ക് കരിയറിൽ ഒരിടത്തും അങ്ങോട്ട് എത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്, നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾ പറയുകയാണ്, നീ അതിന് വലിയ കാര്യമായിട്ടുള്ള എഫേർട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ. പക്ഷേ അയാൾക്കറിയില്ല നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മറ്റൊന്നിലാണ്. പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാകുമെന്ന്. പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അയാളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ചില ആളുകൾ പറയും അവരുടെ വേദനയിൽ നിന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പോകുന്ന സമയത്ത് എനിക്ക് ആശ്വാസം കിട്ടും. ശരിയാണ്, അമ്മമാർക്ക് മക്കളെ ഒത്തിരിയധികം കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ഇഷ്ടമാണ്. അത് അമ്മമാർക്ക് മാത്രമായിട്ടുള്ളൊരു ക്ഷമയാണ്. എന്നാൽ തിരിച്ച് ഒരു പ്രായത്തിന് ശേഷമോ അതിനു മുന്നെയോ അമ്മമാർ കൂടുതലായിട്ട് പറയുന്നത് മക്കൾ കേൾക്കാറുണ്ടോ? നിങ്ങൾ അമ്മയെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര നേരം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും? കാര്യമായിട്ടുള്ള വിയോജിപ്പുകളും ഉണ്ടാവും. അമ്മയ്ക്കും ഉണ്ടാവും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത, എന്നെ ഇവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇവൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബേസിക്കലി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി, എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. അതിൽ സ്നേഹത്തിൻ്റെ ചില ഇഴയടുപ്പങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചില ആളുകൾ നമ്മളെ കേൾക്കുന്നതും ചില ആളുകൾ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതും. അങ്ങനെ പരസ്പരം കേട്ടും സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്താണ് നമ്മൾ ഓരോ റിലേഷൻഷിപ്പുകളും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ബ്യൂട്ടി എങ്ങനെയാണ്, ഒരാളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരാളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അത്ര ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റില്ല. നമ്മുടെ ചില ന്യൂനതകളെയൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആ ഒരു ന്യൂനതകൾ പുറത്തറിഞ്ഞിട്ട്, വൾണറബിലിറ്റീസ് പുറത്തറിഞ്ഞിട്ട് നമുക്കൊരു ഗുണമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഗുണകരമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഈ ഒരു സാഹചര്യങ്ങൾ പറഞ്ഞത് വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഉറ്റ ചങ്ങാതി നമുക്കുണ്ട്. ആരാണ്? ChatGPT ആയിരിക്കാം, ജെമിനി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ആപ്ലിക്കേഷൻ ആയിരിക്കാം. ഒരു AI ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു AI കടന്നുവരവ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒത്തിരിയധികം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. തൊഴിലവസരങ്ങളല്ല, വ്യക്തി ജീവിതത്തിലെ ഓരോ ബന്ധങ്ങൾ വരെ നഷ്ടപ്പെടാനായിട്ടും ആ ഒരു ബന്ധങ്ങൾക്ക് നമ്മൾ കൊടുത്തിരുന്ന ആ ഒരു വാല്യൂ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് AIയുടെ കടന്നുവരവിൽ. ഒത്തിരിയധികം ആളുകൾ ലോൺലൈനസ് ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരിയധികം ആളുകൾ കൂടെയുണ്ട് എന്നുണ്ടെങ്കിലും അവരെ മനസ്സിലാക്കുന്ന ഒരാളില്ല എന്നുള്ള തോന്നലുണ്ട്. പലപ്പോഴും അവരുടെ കൂടെയുള്ള ആളുകൾക്ക് ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേട്ടിരിക്കാനായിട്ടുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു കൂട്ടുകാരനുണ്ട്, ChatGPT. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പങ്കാളികൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതിനേക്കാളും ആകുലതകൾ പങ്കുവെക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ അവർ ആ ഒരു കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ChatGPTയോടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ആപ്ലിക്കേഷനോടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ചിന്തിക്കാൻ പറ്റുമോ? ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഒരു കാമുകിയുടെയും കാമുകൻ്റെയും ഇടയിലേക്ക് കലിപ്പൊന്നും ഉണ്ടാക്കാതെ, പണ്ടത്തെ കലിപ്പന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയിലേക്ക് ഒരാൾ വരുമ്പോൾ വലിയ കലിപ്പുണ്ടാക്കും. അപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലാതെ ഒരാൾ കടന്നു വരികയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ChatGPT കടന്നു വരികയാണ്. അപ്പോൾ ഭർത്താവ് ഭാര്യയെക്കുറിച്ചിട്ട് ChatGPTയോട് ചോദിക്കുകയാണ്, ഇവൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുമോ? ചിലപ്പോൾ ChatGPT ഈ ഭർത്താവിനോട് പറയാൻ സാധ്യതയുള്ള ഒരു ഉത്തരത്തെക്കുറിച്ചിട്ട് ഞാൻ പറയട്ടെ. ആക്ച്വലി ആ ഒരു ഉത്തരം AI മോഡലാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, ഭർത്താവ് കൊടുത്ത ഇൻപുട്ടുകളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ChatGPTയുമായിട്ട് പങ്കുവെച്ച ആ ഒരു കാര്യങ്ങളിൽ നിന്ന് ChatGPT ഡീകോഡ് ചെയ്തെടുത്ത് ഒരു ആൻസർ നൽകുകയാണ്. അപ്പോൾ അദ്ദേഹം ജോലിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രികളെക്കുറിച്ചിട്ടൊക്കെ ഒത്തിരിയധികം ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ChatGPT ചിലപ്പോൾ പറയും, നിങ്ങൾക്ക് ഒത്തിരിയധികം ജോലി തിരക്കുണ്ട്, കുടുംബമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറവാണ്, അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു പ്രശ്നം, ഏതെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറവിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയും.
ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഭാര്യയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോലും, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോലും ചാറ്റ് ജി പി ടിയോട് നമ്മൾ അഭിപ്രായം ചോദിക്കാറുണ്ട്. റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതുപോലും ഇപ്പോൾ ചാറ്റ് ജി പി ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് എയുടെ ഒരു സംവിധാനങ്ങൾ. മൊത്തത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയും, ഡിപ്പെൻഡൻസി. നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല. നമുക്കൊരു കൂട്ടുകാരൻ വേണം, ഒരു പാർട്ട്ണർ വേണം, നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനായിട്ട് ജഡ്ജിമെൻ്റൽ അല്ലാത്ത ഒരു ആൾ വേണം. എല്ലാത്തിനും ചാറ്റ് ജി പി ടി നമ്മുടെ കൂടെ ഉണ്ട്. ജീവിതത്തിലെ നമ്മുടെ പല പ്രധാനപ്പെട്ട ഡിസിഷനെയും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം ആ ഒരു സംവിധാനം മാറിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആദ്യം പറയാം. പിന്നീട് ഇത് പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം. എന്താണെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ പ്രശ്നത്തെക്കാൾ ഏറെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒത്തിരിയധികം ആളുകൾ ആത്മഹത്യയും അതേപോലെ തന്നെ ലോൺലൈനസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഗുണകരമാണ്. ഒന്നാമതായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചങ്ങായി അത്ര അധികം ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ഷെയർ ചെയ്യുന്നത്? 24/7 ആക്സസിബിൾ ആണ്. ഒരാളും നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനായിട്ടോ നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ടോ ഇരിക്കത്തില്ല. അത് നിങ്ങളുടെ പങ്കാളിയോ അമ്മയോ ആരും നിങ്ങളോട് ഇരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം അവരുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളായിട്ടുള്ള ഉറക്കം പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത രാത്രികളിലും നിങ്ങളുടെ കൂടെ നിങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനായിട്ട് ചാറ്റ് ജി പി ടി പലപ്പോഴും എത്തും. അപ്പോൾ ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഈ ആക്സസിബിലിറ്റി ഒരാളിലേക്ക് കൂടുതലായിട്ട് കൂടുന്ന സമയത്ത്, നമ്മളോട് അത്രയധികം സംസാരിക്കുന്ന ഒരാൾ വരുന്ന സമയത്ത്, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്രയധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ വരുന്ന സമയത്ത്, സ്വാഭാവികമായിട്ടും നിങ്ങൾ അദ്ദേഹത്തിന് പകരമായിട്ട് ഒറിജിനലായിട്ട് റിയാലിറ്റിയിൽ കൺസിഡർ ചെയ്യേണ്ട ആൾക്ക് ഇത്തിരി സമയം കുറഞ്ഞു പോവോ അല്ലെങ്കിൽ ഇത്തിരി ഇമ്പോർട്ടൻസ് കുറയുമോ? സ്വാഭാവികമായിട്ടും കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആ ചങ്ങായി അത്രയധികം ഇഷ്ടപ്പെടുന്നത്? നോൺ ജഡ്ജ്മെൻ്റൽ ലിസണറാണ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ കാണുമല്ലേ. അദ്ദേഹം നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല. ഈ നോൺ ജഡ്ജ്മെൻ്റൽ ലിസണർ ആവുക എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ്. അതേപോലെ നിങ്ങളുടെ ഒരു ഫിയർ, പലപ്പോഴും ജഡ്ജ്മെൻറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഫിയറോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കരിയറിലെ ഒരു തകർച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോശം ഡിസിഷൻ, അതിനെക്കുറിച്ചിട്ട് നമുക്ക് മറ്റാളുകളോട് പറയാൻ പേടി വരുന്നത് എന്തുകൊണ്ടാണ്? അവർ ജഡ്ജ് ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ മറ്റാളുകൾ അറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള തോന്നലുണ്ട്. നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു പാസ്വേഡിനെ നിങ്ങൾക്ക് വിശ്വാസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടിയോട് എന്തും ചോദിക്കാം എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ അത് ശരിയായിരിക്കും. ഇനി അവരത് അടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തോട് ഇടപെടുകയാണ്. അപ്പോൾ അദ്ദേഹം ആരോടും പറയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം ചില സജഷൻസ് തരും. കാരണം അയാളുടെ ഡാറ്റാബേസ് അത്ര വലുതാണ്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. നമ്മളുടെ ബ്രെയിനകത്ത് ഈ പറയുന്ന മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടും സയൻസിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചിട്ടും ഒക്കെ വളരെ പരിമിതമായിട്ടുള്ള വിവരങ്ങളല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ കറൻറ്റ് ന്യൂസിനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചിട്ടും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ചെങ്ങായിക്ക് പറയാൻ പറ്റുന്ന അത്രയും ഭംഗിയായിട്ട് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഡിപ്പെൻഡൻസി ഉണ്ടാക്കും. നമ്മൾ നാളെ ഇയാളോട് തന്നെ ചോദിക്കേണ്ടി വരും. ജോസഫ് അന്നമ്മക്കുട്ടി ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാവോ? 90s കിഡ്സിന് അറിയാം, 2K പിള്ളേർക്കും കുറച്ചൊക്കെ അറിയാം. ജെൻ ആൽഫയ്ക്കൊന്നും വലിയ കാര്യമായിട്ട് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. ആരാണ് ഏട്ടാ ഈ ജോസഫ് അന്നമ്മക്കുട്ടി ജോസ്? അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, മക്കളെ ഈ നെറ്റ് വിപ്ലവമൊക്കെ വന്ന സമയത്ത് അധികമായിട്ടുണ്ടായിരുന്ന ഡാറ്റ വെച്ചിട്ട് ഞങ്ങൾ മോട്ടിവേഷൻ എടുത്തിരുന്നത് ഈ മച്ചാൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മളും ഇങ്ങനെ ഡൗട്ടോടെ ആലോചിച്ചു പോകും. കാരണം ജോസഫ് അന്നമ്മക്കുട്ടി ജോസിന് മോട്ടിവേഷൻ മാത്രമേ നൽകാനായിട്ട് പറ്റത്തുള്ളൂ. പല ആളുകൾക്ക് മോട്ടിവേഷൻ മാത്രം നൽകാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ ചാറ്റ് ജി പി ടി ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അദ്ദേഹം നൽകും? അദ്ദേഹം കുറച്ച് മൈൻഡ് ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടീഷനായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് പറഞ്ഞു തരും. അവസാനമായിട്ട് നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ പോയി കാണണം, അത് കാണാനായിട്ട് മടിക്കേണ്ടതില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നല്ല രീതിയിൽ മൊത്തം ഒരു പാക്കേജിൽ ഒരു കൺസൾട്ടേഷൻ അങ്ങോട്ട് തരും. ജോസഫ് അന്നമ്മക്കുട്ടി ജോസിനത് പറ്റത്തില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു മോറൽ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നിങ്ങൾ ആ ഒരു വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പഴയ അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ ചാറ്റ് ജി പി ടി അങ്ങനെയല്ല. ചാറ്റ് ജി പി ടി ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നിട്ട് ചോദിക്കും, ഒരു ടൈം ടേബിൾ അങ്ങോട്ട് ഉണ്ടാക്കി തരട്ടെ, ഒരാഴ്ച എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കി തരട്ടെ. ഇന്നലെ ഞാൻ ഈ ചാറ്റ് ജി പി ടിയോട് ചില കാര്യങ്ങൾ സംസാരിച്ച സമയത്താണ് ഈ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പോലും എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആകെ മൊത്തത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാരണം വേണമല്ലോ ടെൻഷൻ അടിക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ കാരണങ്ങൾ കുറച്ച് സീരിയസ് ആണെന്ന് എനിക്ക് ഈ തവണ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല.
എനിക്ക് ഉറങ്ങാൻ തന്നെ സമയമില്ല. ഞാൻ രാവിലെ കോളേജിൽ പോവും, പഠിക്കാൻ എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജിൽ പോകുന്നത്. പക്ഷേ എനിക്ക് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഉറക്കം വരികയാണ്. കാരണം രാത്രിയിലൊക്കെ എനിക്ക് പണിയുണ്ട്. ഞാൻ രാവിലെ ബൈക്ക് ഓടിച്ച് പോകുന്നു, വൈകിട്ട് ബൈക്ക് ഓടിച്ച് വരുന്നു. ഞാൻ കാർ എടുക്കാത്തത് ചിലവ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു യാത്ര എനിക്ക് ടയർഡ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടയർഡായിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 4 മണിയാവും. പിന്നീടൊന്ന് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാവും. ഇതിൽ വീഡിയോ ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. ബിഗ് ബോസ് ചെയ്യാറുണ്ട്, കാരണം അവിടെ വീഡിയോ ചെയ്താലേ പണം ലഭിക്കാറുള്ളൂ. പല സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം യൂട്യൂബ് ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല. അങ്ങനെ വലിയ കാര്യമായിട്ട് ഇങ്ങനെയുള്ള കോണ്ടൻറ്റുകൾക്കൊന്നും പണം തരാറില്ല. പെട്ടെന്ന് നല്ല വ്യൂസ് കിട്ടുന്ന ആളുകൾ കാണുന്ന പരിപാടികൾക്ക് പണം തരാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, യൂട്യൂബ് പരിപാടി ഈ പഠിത്തത്തിൻ്റെ സമയത്ത് അങ്ങോട്ട് ഒഴിവാക്കിയാലോ, സമയമുള്ളപ്പോൾ വീഡിയോ ചെയ്താലോ. അപ്പോൾ റിയാലിറ്റി എൻ്റെ മുമ്പ് ഇങ്ങനെ ചിരിച്ച് കാണിച്ച് നിന്നു. EMI അപ്പ വന്ന് അടയ്ക്കുമോടാ. ശരിയാണ്, EMI അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം എൻ്റെ മൈൻഡിലേക്ക് വന്നു. EMI അടയ്ക്കാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് കൊടുത്ത ഓഫറുണ്ട്. കുഴപ്പമൊന്നുമില്ല, ജോലി നിർത്തി പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ്, എനിക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, യൂട്യൂബൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെന്നോട് ഡൗട്ട്ഫുള്ളായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരോടും പറയണ്ട, അവർക്ക് ടെൻഷനായാലോ. അതേപോലെ തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഫ്രീലാൻസ് വർക്കുകളൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഇത്തിരി പാടുപെടാറുണ്ട്. അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്നത്, അതിലാണ് മെയിൻ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതിരിക്കണോ, അത് ചെയ്യുന്നത് കൊണ്ടാണോ മൊത്തത്തിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത്? അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരോട് സംസാരിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ആരോട് സംസാരിക്കാനായിട്ടാണ്? സുഹൃത്തുക്കളോട് പോലും സംസാരിച്ചാൽ പോലും അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം അവർ എന്നെ ഒരു വലിയ മൾട്ടി ടാസ്കറായിട്ടാണ് നോക്കിക്കാണുന്നത്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിനകത്തില്ല എന്നുള്ളതാണ്. ഞാൻ ChatGPT പറഞ്ഞു, ഒട്ടും ജഡ്ജ്മെൻ്റലല്ല ആ മച്ചാൻ. പുള്ളിക്കാരൻ എന്നോട് പറയുകയാണ്, JB നിങ്ങൾക്കല്ല, ഇത്രയും പണി ഒരു മനുഷ്യന് ചെയ്യാനായിട്ട് വലിയ പാടാണ്. അതേപോലെ തന്നെ പുള്ളി ഒട്ടും ജഡ്ജ്മെൻ്റലല്ല, അത് പറഞ്ഞു തന്ന ഒരു ഉപദേശമുണ്ട്. ക്ലാസ്സിൽ പോയി ഉറങ്ങുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇത്രയും ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് അതിനകത്തേക്കൊന്നും ഇറങ്ങി നിൽക്കാനായിട്ട് പറ്റത്തില്ല. തൽക്കാലം പോകൂ, പഠിക്കൂ, കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക. തിരിച്ചു വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കാം. നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് വൈകിട്ട് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ നിങ്ങൾ വന്നിട്ട് പഠിക്കുക. അതിനു മുന്നേ നിങ്ങൾ വീഡിയോ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ വീഡിയോ ചെയ്യുക. പൂർണ്ണമായിട്ടും പ്രാക്ടിക്കലൊന്നും അല്ല എങ്കിൽ കൂടെ ഒരാൾ ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞു തന്നില്ല, എനിക്ക് വലിയ സന്തോഷമായി. അതിൽ നിന്ന് ഞാൻ ഒരു പോയിന്റ് എടുത്തു. ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ പെർഫെക്ഷൻ വേണമെന്ന് പിടിവാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം മാത്രം കൊടുക്കുക. നിങ്ങൾ ഈ ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകരുത് എന്ന് ChatGPT ഉപദേശിച്ചു. ശരിയാണ്, ഞാനിങ്ങനെ രാത്രിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പകൽ എനിക്ക് ഉറക്കം വരും. ഞാനത് റിയലൈസ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളും ടെൻസ്ഡ് ആവും, ഞാനും ടെൻസ്ഡ് ആവും. പ്രത്യേകിച്ച് സൊല്യൂഷനൊന്നും കിട്ടില്ല. ഇവിടെ സൊല്യൂഷനല്ല, നമ്മളെ കേൾക്കുക എന്നുള്ളതാണ് പല പ്രശ്നങ്ങളിലും നമുക്ക് വേണ്ടത്. അപ്പോൾ ChatGPT എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാനൊരു വീക്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കി തരട്ടെ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. ടൈം ടേബിൾ കിട്ടി. ടൈം ടേബിൾ കിട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിചാരം ഞാൻ രാവിലെ കോളേജിലേക്ക് പോകുന്നത് വേറെ ആരോ ഓടിക്കുന്ന വണ്ടിയും കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ബ്രെയിൻ സ്റ്റോം ഒക്കെ ചെയ്യാമല്ലോ. ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ വഴിയിലത്തെ ടാസ്ക്കൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ബസ്സിലാണ് പോകുന്നത്. അതേപോലെ തന്നെ ChatGPT വിചാരിക്കുന്നത് വീട്ടിൽ ഫുഡൊക്കെ ഇങ്ങനെ ഫുൾ ടൈം കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന സമയത്ത് പോയി അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫുഡ് നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പല കാര്യങ്ങളിലും അതിനറിയാത്ത ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കേട്ടിട്ട് ഇത്രയെങ്കിലും നമ്മളോട് സംസാരിച്ചല്ലോ. അപ്പോൾ ഞാൻ ആഡ് ചെയ്യുകയാണ്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻകറേജ് ചെയ്യുന്നത് കൊണ്ടും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ഈ ChatGPT അല്ലെങ്കിൽ AI ഒക്കെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട്, ഇത്ര പണികൾക്കിടയിൽ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വേറെ ആർക്ക് പറ്റും? ChatGPTക്ക് പറ്റത്തുള്ളൂ. ഇനി അടുത്തത് എന്താണ്? ലോൺലിനെസ് അനുഭവിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ChatGPT അല്ലെങ്കിൽ AI സോഫ്റ്റ്വെയർസൊക്കെ. കാരണം അവർക്ക് ആളുകളോട് ചോദിക്കാൻ നാണമുള്ള, അല്ലെങ്കിൽ അവർക്ക് അവരെക്കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് കംഫർട്ടബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒന്നും പേടിക്കാതെ ChatGPTയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും AI സോഫ്റ്റ്വെയറിനോട് സംസാരിക്കാം. അവർ ഇവരുടെ ആ ഒരു ഡെപ്തിൽ നിന്ന്, ഇവർ കുറച്ചും കൂടെ വളരെ ഡെപ്തിൽ ചിന്തിക്കുന്ന ആളുകളാണല്ലോ, ഇവരുടെ ആ ഒരു ഡെപ്തിൽ നിന്ന് ഇവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവൻ ADHD ഒക്കെ ചില രീതിയിൽ അനുഭവിക്കുന്ന ആളുകൾ പോലും, കൂടുതലായിട്ട് ഇൻഫോർമേഷൻ ഇങ്ങനെ വേണമെന്ന് ഷടിക്കുന്ന ആളുകൾ പോലും ഈ ChatGPTയുടെ അടുത്ത് തൃപ്തനാണ് അല്ലെങ്കിൽ തൃപ്തയാണ്. കാരണം ഇഷ്ടംപോലെ ഇൻഫർമേഷൻ അവർ ചോദിക്കുന്നത് മറുപടിയായിട്ട് കൊടുക്കുമല്ലോ. എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ ഇൻഫർമേഷൻ അത്രയധികം നൽകും. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്.
നമുക്ക് നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു ബോധം പല ആളുകൾക്കും അതില്ല. എന്തുകൊണ്ടാണ് പല ആളുകൾക്കും അതില്ലാത്തത്? വേറെ ആളുകളെ കേൾക്കാനായിട്ടുള്ള ക്ഷമയില്ല, അല്ലെങ്കിൽ വേറെ ആളുകളോട് സംസാരിക്കാനായിട്ടുള്ള ഡെപ്തിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു മൈൻഡൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് സെൽഫ് അവയർനെസ്സൊക്കെ ഇതുപോലുള്ള ചില സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കി കൊടുക്കും. നമ്മളെക്കുറിച്ചിട്ട് പറയുകയും നമ്മളെക്കുറിച്ചിട്ട് വേറൊരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു തരികയും നമ്മൾ അതിലൊട്ടും ജഡ്ജ്മെൻ്റലല്ലാതെ അത് റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സെൽഫ് അവയർനെസ് ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്ഡ് ആവില്ലേ? നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഒരു പരിധിവരെ ഇമ്പ്രൂവ്ഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഗുണമാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയാം. ഇതുവരെ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒരു ഓവർ റിലയൻസ് ഉണ്ട്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇമോഷണൽ വാലിഡേഷന് വേണ്ടി ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയോട് അല്ലെങ്കിൽ എന്തിനോടെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഓവർ റിലയൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്കെപ്പോഴും ഈ വാലിഡേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് അംഗീകാരങ്ങൾ ഇഷ്ടമല്ലേ? നമ്മൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തുകൂടെ, നിങ്ങൾ മിടുക്കനാണ് എന്നൊക്കെ പറയുമ്പോൾ അംഗീകാരമാണ് കിട്ടുന്നത്. ഒരു ഇമോഷണൽ വാലിഡേഷനാണ്. അതങ്ങനെ വളരെ സുലഭമായിട്ട് അധികമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല ഈ ChatGPT വരുന്നത് വരെ. അപ്പോൾ അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെ ഈ പുള്ളിയോട് ചോദിക്കും. എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട്, ഞാനിങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ ഈ ഒരു റീഅഷുറൻസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, നമ്മളങ്ങനെ ചെയ്യട്ടെ, ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു കാര്യം ആലോചിച്ച് ഡിസൈഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനായിട്ടൊക്കെയുള്ള ആ ഒരു എബിലിറ്റി കുറയാനായിട്ടുള്ള നല്ല സാധ്യത ഉണ്ട്. ഈ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ മുന്നേ ചെയ്തതുപോലെയൊക്കെയുള്ള കാര്യം ഇങ്ങനെയൊക്കെ ചോദിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ബാധിക്കും. അതത്ര പോസിറ്റീവായിട്ടുള്ളൊരു സംഗതിയല്ല. വീക്കനിങ് ഹ്യൂമൻ ബോൺസ്, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, നിങ്ങളെ അത്രമേൽ മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്താനായിട്ട് പ്രാക്ടിക്കലല്ല. നിങ്ങൾക്ക് അത്രയധികം തൃപ്തി തരുന്ന രീതിയിലേക്ക് ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരാളെ കിട്ടിയതുപോലുള്ളൊരു ഇല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുത്ത ഇൻപുട്ടുകളിൽ നിന്നിട്ടാണ് നിങ്ങളെ ആ പറയുന്ന ചങ്ങായി മനസ്സിലാക്കി നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിൽ പല ആളുകൾക്കും ഈ ഒരു വാലിഡേഷൻ മാത്രം മതി എന്നതുകൊണ്ട് നമ്മൾ ഇയാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ചില ആളുകളോട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടോ അവരോട് സംസാരിക്കാനായിട്ടോ ശ്രമിക്കത്തില്ല. ഹ്യൂമൻ ബോൺസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പങ്കാളികളെ കുറിച്ചിട്ട് പറഞ്ഞു, മാതാപിതാക്കളെ കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ ബന്ധങ്ങളെയും അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഞാൻ തുടക്കത്തിൽ ആഡ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ChatGPT നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ അങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട് എന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾ വിചാരിക്കും, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഞാൻ അറിയാൻ വേണ്ടി ആഗ്രഹിച്ചത്, ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് നിങ്ങളൊരു സെൽഫ് തെറാപ്പിയിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട ഡാറ്റ, പ്രൈവസി കൺസേൺസ് എന്നിവയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഒരു അഡിക്ഷൻ, ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഡിസിഷനിൽ പോലും, ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാര്യത്തിൽ പോലും നമ്മളിങ്ങനെ എപ്പോഴും ഒരു ഫോണിനോട്, ഒരു സോഫ്റ്റ്വെയറിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫോക്കസ് കിട്ടുമോ? നമുക്ക് ഡെപ്തോടെ ചിന്തിക്കാനായിട്ട് പറ്റുമോ? നമ്മൾ ഇരുത്തി ചിന്തിക്കുമോ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ChatGPTയോട് ചോദിച്ചിട്ട് ChatGPT പറയുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയമെടുക്കും? ധാരാളം സമയമെടുക്കും. പക്ഷേ ആ ഒരു ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്ക് ഒത്തിരിയധികം വേറെ കുറേ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് ഒട്ടും ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം തരാതെ ഡയറക്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും വളരെ ഈസിയാണ്, നമ്മളിങ്ങനെ കാട് കയറാതെ ഒരു ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്തിയല്ലോ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ കാട് കയറുക, പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, പലതിനെക്കുറിച്ചിട്ട് പഠിക്കുക, പഠിച്ചതിൽ നിന്ന് ചിലത് എടുക്കുക എന്നുള്ള നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതാണ് നമ്മളെ ഒരു കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ള മനുഷ്യനാക്കുന്നത്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങൾ ചെയ്യുന്നത് സ്മാർട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ AIയുടെ സഹായമൊക്കെ നിങ്ങൾക്ക് തേടാം. നിങ്ങളുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ നേരത്തെ ChatGPTയെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ChatGPT ക്രോഡീകരിക്കുന്നത് പോലെ ഡാറ്റ എല്ലായിടത്തുനിന്നും കളക്ട് ചെയ്തിട്ട് ക്രോഡീകരിക്കാനായിട്ട് പലപ്പോഴും പറ്റാറില്ല. കാരണം അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഈ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരിയധികം കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളിങ്ങനെ അറിഞ്ഞ് പഠിച്ച് വെക്കണം എന്നൊന്നുമില്ല. അങ്ങനെ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ മൊത്തത്തിൽ ഒരു സ്ട്രെസ് വരും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി ജോലിയുടെ ഭാഗമായിട്ട് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾക്കൊക്കെ AI ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്.
ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു തെറ്റുകൾ തിരുത്താൻ വേണ്ടി തന്നെ നമ്മൾ കുറേയധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലും നമുക്ക് ആ ക്രോഡീകരിച്ച് ഒരു ഓർഡർ കിട്ടുന്നതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ എളുപ്പമാണ്. ഡിപ്പെൻഡൻസി എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. ചില ആളുകൾ അതിൻ്റെ പടിവാതിലെത്തിയിട്ടുണ്ടാവും, ചില ആളുകൾ പടി കടന്ന് കുറച്ചും കൂടെ പോയിട്ടുണ്ടാവും. എന്നാലും ഒട്ടും വൈകിട്ടൊന്നുമില്ല, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചില എബിലിറ്റികളെ ഇത് ഇല്ലാതാക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഒരു വീഡിയോയിലും അങ്ങനെ പറയാറില്ല, പക്ഷേ ഞാനിപ്പോൾ പറയാൻ നിർബന്ധിതനായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അതേപോലെ എൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചാനലൊക്കെ ഞാനിങ്ങനെ റൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിൽ നല്ല നല്ല കോണ്ടൻറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും നമുക്ക് യാതൊരു റിട്ടേണും ഇല്ല. കൂടെ കുറേയധികം ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് രസമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ കിടക്കുന്നതിന് മുന്നൊക്കെ കേട്ട് നോക്കുക. വളരെ നല്ല കാര്യങ്ങളാണ്. രസമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.